കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭഗവത് സങ്കല്പങ്ങൾ നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരമായിട്ട് പറയാറുണ്ട് അല്ലേ. ഒരുപാട്, അതായത് 33 കോടി ഭഗവാന്മാർ നമ്മുടെ ലോകത്തുള്ളതായിട്ടാണ് പറയാൻ പറ്റുന്നത്. തൂണിലും തുരുമ്പിലും ഈശ്വരനുള്ളതായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഓരോ രീതിയിലും ഓരോരുത്തർ ഓരോ ഭഗവത് മന്ത്രത്താൽ ഭഗവാനെ വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാം ശക്തിയെല്ലാം ഒന്ന് തന്നെയാണ്. ഭഗവത് സങ്കല്പങ്ങളെല്ലാം ഏകദേശം ഏറെക്കുറെയെല്ലാം ഒന്ന് തന്നെയാണ്. ഭഗവാനെ എന്ന് വിളിക്കുന്നതും ഭഗവതി എന്ന് വിളിക്കുന്നതും എല്ലാം ഐശ്വര്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് സ്വതവേ എല്ലാവരും ചെയ്യുന്നത് പ്രദക്ഷിണം വെക്കും, നമസ്കരിക്കും, പ്രാർത്ഥനകൾ നടത്തും, അർച്ചനകൾ നടത്തും, തിരിച്ചു പോകും. ഇവയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിവേദ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല എന്ന് പറയും. കർപ്പൂരമോ ചന്ദനത്തിരിയോ എണ്ണയോ നെയ്യോ പുഷ്പങ്ങളോ ഉടയാടയോ ഇതൊക്കെ കാഴ്ചദ്രവ്യങ്ങളാണ്. കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഭഗവാന്റെ നമസ്കാര മന്ത്രം ജപിച്ച് വേണം നമുക്ക് പ്രാർത്ഥിക്കാം. മിക്ക ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ നമസ്കാര മന്ത്രവും ധ്യാനവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഭഗവാൻ നിവേദ്യങ്ങളും വളരെ പ്രാധാന്യമാണ്. നമ്മളൊരാളോട് സംസാരിച്ചിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരിടത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരാളിനെ വിളിച്ചു, നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായിട്ട് സംസാരിച്ചിട്ട് ആളിനെ പിരിയുന്നതും, ആളിന് ഒരു ഉപഹാരം അല്ലെങ്കിൽ നമുക്ക് രാവിലെയാണ് കാപ്പി, ഉച്ചയ്ക്കാണ് ഊണ്, രാത്രി അത്താഴം കൊടുത്ത് വിടുന്നതുമായിട്ട് വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ആഹാരം കൂടെ കൊടുത്തു കഴിയുമ്പോൾ പൂർണ്ണമായ തൃപ്തിയായി എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ഭഗവാന്മാർക്കും നിവേദ്യങ്ങൾ വ്യത്യസ്തമാണ്. നിവേദ്യങ്ങൾ പ്രാധാന്യങ്ങൾ ഉണ്ട് താനും. ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ വെച്ചുകൊണ്ട് കൊടുത്ത മിക്ക ക്ഷേത്രങ്ങളിലും നിവേദിക്കാറില്ല. വളരെ ചുരുക്കമായിട്ട് ഉള്ള ക്ഷേത്രങ്ങളിലെ, വളരെ വിരലെണ്ണാവുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ വെച്ച് കൊണ്ട് കൊടുത്താൽ അവിടെ നിവേദിക്കുന്ന സമ്പ്രദായമൊക്കെ ഉള്ളൂ. പിന്നുള്ളത് ഈ പൊങ്കാല മുതലായ കാര്യങ്ങൾ. പൊങ്കാല മുതലായ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോഴായാലും അവിടെ ഒന്ന് സങ്കല്പ രൂപേണ തളിക്കുക, പൊങ്കാല തളിക്കുക, അവിടുത്തെ ഭഗവത് സങ്കല്പം അവിടെ ഒന്ന് സ്വീകരിച്ചു എന്നൊരു സങ്കല്പമാണ് നമുക്ക് ഈ പൊങ്കാലയ്ക്കൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ക്ഷേത്രങ്ങളിൽ അവിടുത്തെ നിശ്ചയിക്കപ്പെട്ട മേൽശാന്തി അല്ലെങ്കിൽ ഈശാന്തി, അവിടെ കർമ്മി അല്ലെങ്കിൽ സഹകർമ്മി അല്ലെങ്കിൽ അവിടെ പരികർമ്മി, ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ആയിരിക്കും നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കുക. അപ്പം അങ്ങനെ നിവേദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് അവിടെ രസീറ്റ് ആക്കേണ്ട ആവശ്യകതയുണ്ട്, രസീത് എഴുതേണ്ട കാര്യമുണ്ട്. രസീത് എഴുതുമ്പോൾ ഓരോ ഭഗവാന്മാരുടെ നിവേദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്ക് സപ്ത രജ തമസ് എന്ന രീതിയിൽ എല്ലാ ഭഗവാന്മാർക്കും പൊതുവെ പായസം, പാൽപ്പായസം, വെള്ള നിവേദ്യം നിവേദിക്കാറുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള നിവേദ്യങ്ങൾ കൊടുക്കുമ്പോഴാണ് അതിനകത്ത് പ്രാധാന്യം കൂടുതൽ. ഇപ്പോൾ ഉദാഹരണം പറയണം, മഹാദേവന് നമുക്ക് കൂട്ടുപായസം, വെള്ള നിവേദ്യമൊക്കെയാണ് മഹാദേവന് പ്രാധാന്യം. ഗണപതിക്ക് നെയ്യപ്പം, അതുപോലെ ഒറ്റയപ്പം, അതുപോലെ ഉണ്ണിയപ്പം, അട, മോദകം, പിന്നെ നമുക്ക് തേങ്ങാപ്പൂള്, കൽക്കണ്ടം, മുന്തിരിങ്ങ, അവര്, മധുര, തേന് എല്ലാം ചേർത്ത് നമുക്ക് ഗണപതി ഹോമത്തിനകത്ത് ഹോമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗണപതി ഭഗവാൻ ഇഷ്ടമാണ്. പാർവതി ദേവിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഇടിച്ചു പിഴിഞ്ഞ് പായസം, അതായത് തേങ്ങ ഇടിച്ചു പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുത്ത് നമുക്ക് ഉണക്കയിൽ ശുദ്ധമായിട്ട് വേവിച്ച് അതിനകത്ത് നമുക്ക് വെന്ത് വരുമ്പോൾ നമുക്ക് 1-ാം പാല് ചേർത്ത് ശർക്കര ചേർത്ത് ഇളക്കി അതൊന്ന് കട്ടിയായി കുറുകി വരുമ്പോഴത്തേക്കും അത് നിവേദ്യം ഇറക്കി വെച്ച് 2-ാം പാലൊഴിച്ച് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ നമുക്കതിനകത്ത് തേങ്ങായ അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് നെയ്ക്കകത്തൊക്കെ വറുത്തിടാറുണ്ട്. അങ്ങനെ തയ്യാറാക്കുന്നതാണ് നമുക്ക് ഇടിച്ചു പിഴിഞ്ഞ് പായസം എന്ന് പറഞ്ഞാൽ. ഇടിച്ചു പിഴിഞ്ഞ് പായസം, അട നിവേദ്യം, അതുപോലെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ എല്ലാ ഭഗവാന്മാർക്കും പൊതുവായിട്ട് ഈ പ്രസന്ന പൂജയൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രാമ്പൂ, കറുവപ്പട്ട, അതുപോലെ ചുരണ്ടിയ പാക്ക്, അതുപോലെ വെറ്റില, ഇവയൊക്കെ എല്ലാ ഭഗവാന്മാർക്കും പൊതുവായിട്ട് നമുക്ക്, അത് ത്രിമധുരമൊക്കെ എല്ലാ ഭഗവാന്മാർക്കും പൊതുവായിട്ട് പ്രസന്ന പൂജയാകുമ്പോൾ നിവേദിക്കാറുണ്ട്. അതിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് പാർവ്വതീദേവിക്ക് സാധാരണ നിവേദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ നമുക്ക് ദേവിക്ക് നിവേദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഭദ്രകാളിക്ക്, ഭഗവതിക്ക് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അരവണ സമർപ്പണം, കടുംപായസം, തിരളി മുതലായവയൊക്കെ ഭദ്രകാളി ഭഗവതിക്ക് പ്രാധാന്യമുണ്ട്. മഹാവിഷ്ണു ഭഗവാനാണെങ്കിൽ അവൽ വിളയിച്ചത്, അല്ലെങ്കിൽ അവലും കൽക്കണ്ടം, മുന്തിരിങ്ങ എല്ലാം കൂടെ ചേർത്ത് നിവേദ്യം. വെണ്ണ ഭഗവാന് പ്രധാനമാണ്. പൊടിച്ച പഞ്ചസാര മഹാവിഷ്ണു ഭഗവാനും കൃഷ്ണസ്വാമിക്കൊക്കെ പ്രധാനമാണ്. പാൽപ്പായസം, കദളിപ്പഴം, അപ്പം, അതുപോലെ ഏലക്ക, കരയാമ്പൂ, ഇതൊക്കെ മഹാവിഷ്ണു ഭഗവാൻ നിവേദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ധർമ്മശാസ്താവ്, എല്ലാ അയ്യപ്പനൊക്കെ നമ്മൾ നിവേദിക്കുമ്പോൾ അപ്പം, അരവണ, ഇടിച്ചു പിഴിഞ്ഞ് പായസം, എള്ളു പായസം, ഇവയൊക്കെ നമുക്ക് ശാസ്താവിന് വളരെ പ്രീതികരമാണ്. പിന്നെ ദുർഗാദേവിക്ക്, മഹാലക്ഷ്മിക്ക്, അന്നപൂർണേശ്വരി, ഇങ്ങനെയൊക്കെയുള്ള ദേവതകൾക്ക് നമുക്ക് കൽക്കണ്ടം, മുന്തിരിങ്ങ, ശർക്കര, ഇങ്ങനെയൊക്കെയുള്ള നിവേദ്യങ്ങൾ നിവേദിക്കുന്നത്. അട, കൂട്ടുപായസം, അതുപോലെ പായസത്തിൽ തേങ്ങ ഇട്ട് നിവേദിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുപോലെ പഞ്ചസാര
പഞ്ചസാര പായസം, അതായത് ഉണക്കരി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് പഞ്ചസാര പായസം ഇങ്ങനെയുള്ള ദേവതകൾക്ക് നിവേദിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുപോലെ നമുക്ക് നാഗരാജാവ്, നാഗേഷ്യം അങ്ങനെയുള്ളവർക്ക് പച്ചപ്പാലിനകത്ത് കദളിപ്പഴം ഇട്ട് പാലും പഴവും നിവേദ്യം ഏറ്റവും ശ്രേഷ്ഠമാണ്. പിന്നെ നമുക്ക് പാൽപ്പായസം, ഉണ്ണിയപ്പം, അതുപോലെ കൂട്ടുപായസം, വെള്ള നിവേദ്യം, കരിക്ക് മുതലായവ നിവേദ്യങ്ങളും നമുക്ക് നാഗർക്ക് വളരെ പ്രാധാന്യമാണ്. പിന്നെ നമുക്ക് യക്ഷിയമ്മയ്ക്ക് കരിക്ക്, അതുപോലെ വറപൊടി, അതുപോലെ പാൽപ്പായസം ഇതൊക്കെ യക്ഷിയമ്മയ്ക്ക് വളരെ പ്രാധാന്യമാണ്. പിന്നെ നമുക്കുള്ളത് മല, മൂർത്തി, പേയ്, മാടൻ ഇങ്ങനെയൊക്കെയുള്ള വല്യച്ഛൻ ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. യോഗീശ്വരൻ, രക്ഷസ് ഇങ്ങനെയൊക്കെയുള്ള യോഗീശ്വരൻ രക്ഷസിനൊക്കെ പാൽപ്പായസമാണ് പ്രധാനം. അപ്പോൾ ഈ മല, മൂർത്തി, പേയ്, മാടൻ, വല്യച്ഛൻ, ആയിരവല്ലി ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ കാണാൻ ത്രിമധുരം, തേന്, മുറുക്കാന് ഇങ്ങനെയൊക്കെയുള്ള നിവേദ്യങ്ങളൊക്കെയാണ് അവർക്ക് പ്രാധാന്യം. പിന്നെ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാമൃതം, വെള്ള നിവേദ്യം, കൂട്ടുപായസമൊക്കെയാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രധാനം. അതുപോലെ ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ വട നിവേദിക്കുന്നത്, വടമാല സമർപ്പിക്കുന്നത്, അവല് സമർപ്പണം, അവല് നിവേദ്യം, അതുപോലെ അപ്പം, പിന്നെ ഈ ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭഗവാന്മാർക്കും പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിവേദ്യ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിമധുരമാണ്. അതായത് അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഭഗവാൻ ഏറ്റവും വിശപ്പായിരിക്കും എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് നമുക്ക് അവല്, മൈര്, കൽക്കണ്ടം, മുന്തിരിങ്ങായ, അതുപോലെ തന്നെ ഈ കദളിപ്പഴം, പിന്നെ അത്രത്തോളം ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഈ അഭിഷേകം കഴിഞ്ഞ് ഭഗവാൻ മലർ നിവേദ്യം എന്ന രീതിയിൽ മലരിൻ്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സും ചേർത്ത് നമുക്ക് നിവേദിക്കാവുന്നതാണ്. നമുക്ക് ഈ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാവരും പോകാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വഴിപാടുകൾ കുറേയൊക്കെ ആൾക്കാർക്ക് അറിയാമെങ്കിലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു അറിവാവട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും സാധിക്കുമെങ്കിലും നല്ല ആ ഒരു ദർശനം പൂർത്തിയാവണമെങ്കിൽ നിവേദ്യം വളരെ പ്രധാനമാണ്. ചിലർ വിചാരിക്കും ഞാൻ ക്ഷേത്രത്തിൽ ചെന്നു, ഞാൻ പായസം എഴുതിച്ചു, എനിക്ക് പായസം എഴുതിച്ച ഉടനെ റെഡിമെയ്ഡ് പായസം എനിക്ക് അവിടെ തയ്യാറാക്കി വെച്ച പായസം എനിക്ക് തന്നല്ലോ എന്ന് ചെയ്ത് ചിന്തിക്കാറുണ്ട്. അതിനകത്ത് കഥയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ഈ പായസമായാലും ഉണ്ണിയപ്പമായാലൊക്കെ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ കുറച്ച് ദിവസം ചില വലിയ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ആൾക്കാർ രസി എഴുതുമ്പോൾ അന്നേരം പ്രസാദം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഒരു തൃപ്തിയുടെ ഒരു മനസ്സിൻ്റെയും കൂടെ ഭാഗമാണത്. അപ്പം നമുക്ക് ഇവർ നേരത്തെ തയ്യാറാക്കിയിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു അംശമെങ്കിലും ഭഗവാനോട് നിവേദിച്ചതിന് ശേഷം അത് നിർമാല്യമായ വസ്തുവായിരിക്കും നമുക്ക് ഈ സ്റ്റാളുകളിൽ അല്ലെങ്കിൽ ക്ഷേത്ര കൗണ്ടറുകളിലൊക്കെ കൊടുക്കുക. അപ്പോൾ അത് കഴിക്കുന്നതും അത് ഭഗവാന്റെ ഒരു അംശം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ക്ഷേത്ര കോമ്പൗണ്ടിലുള്ളതാണ്, അതിൻ്റെ ഒരു അംശം ഭഗവാന് നിവേദിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഭഗവത് പ്രസാദമായിട്ട് തന്നെ കണ്ട് നമുക്ക് ഭയഭക്തി ബഹുമാനത്തോടെ നമുക്കത് കഴിക്കാവുന്നതാണ്. പിന്നെ നിവേദ്യങ്ങൾ കഴിവതും ഈ പട്ടിക്ക്, പൂച്ചയ്ക്ക്, വീട്ടിലുള്ള വളർത്തുമൃഗങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. നമുക്ക് കഴിച്ച് മതിയായെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ശുദ്ധമായ സ്ഥലത്ത് കുഴിച്ചിടാം. അത് ആർക്കും ഉപദ്രവം ഉണ്ടാകാത്ത കുഴിച്ചിടുന്നതിന് യാതൊരു തെറ്റുമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ ദേവതാ സങ്കല്പങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും. ക്ഷേത്ര ദർശനം പൂർത്തിയാവുന്നതായിരിക്കും. ഇനിയും ഇതുപോലെയുള്ള വഴിപാട് വിവരങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.